നിങ്ങളുടെ ബിസിനസ്സിനെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കണോ? പല ചെറുകിട ബിസിനസ്സുകാരും പറയാറുണ്ട് അവരുടെ പ്രൊഡക്റ്റുകളൊന്നും വിറ്റ് പോകുന്നില്ല, അവർക്ക് കച്ചവടം കുറവാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ചോദിക്കണം, അവരെവിടെയാണ് അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്? ഇപ്പൊ ചില ആളുകൾ പറയും ഞങ്ങൾ ഒന്നോ രണ്ടോ ഷോപ്പുകളിലാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, ചിലർ ഒന്നോ രണ്ടോ സിറ്റിയിൽ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ഇതേ മാർക്കറ്റിൽ തന്നെ ബ്രാൻഡഡ് കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതായത് ബ്രാൻഡ് കമ്പനീസിന്റെ സെയിൽസിന് യാതൊരുവിധ കുറവും ഒരു മാർക്കറ്റിലും വരുന്നില്ല. ഇതിന്റെ കാരണം എന്താണ്? ബ്രാൻഡഡ് കമ്പനികൾ ഇന്റർനാഷണൽ മാർക്കറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യുമ്പോൾ വൈഡ് ഓഡിയൻസ് ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 10 ലക്ഷം പേരുടെ മുമ്പിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നതും 100 പേരുടെ മുമ്പിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നതും വ്യത്യാസമുണ്ട്. 100 പേര് മാത്രമേ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നുള്ളൂ, നിങ്ങളുടെ പ്രൊഡക്റ്റ് 100 പേർക്ക് മാത്രമേ മേടിക്കാൻ അവസരമുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സെയിൽസ് 100-ൽ കുറവായിരിക്കും. അതിലൊരു 50-60 പേര് അല്ലെങ്കിൽ 20-30 ആളുകൾ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതേ പ്രൊഡക്റ്റ് തന്നെ ഒരു 10 ലക്ഷം പേരിലേക്ക് അല്ലെങ്കിൽ 50 ലക്ഷം പേരിലേക്ക് അല്ലെങ്കിൽ 1 കോടി ആളുകളുടെ മുമ്പിലേക്ക് ഇതേ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ എത്തിച്ചാലോ നമ്മളുടെ സെയിൽസ് ഒരുപാട് കൂടുതലായിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വൈഡ് വോളിയം സെയിൽസ് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനായി ഈ വരുന്ന ജൂൺ മാസം 29-ാം തീയതി നമ്മൾ കോഴിക്കോട് വെച്ചിട്ടൊരു 1 ഡേ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ പറയുന്നത് എക്സ്പോർട്ട് ബിസിനസ് എങ്ങനെ തുടങ്ങാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞങ്ങൾ ഈസി എക്സ്പേർട്സ് കുറേ വർഷങ്ങളായിട്ട് എക്സ്പോർട്ട് രംഗത്തേക്ക് ഒരുപാട് ആളുകളെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരുപാട് നോളജ് യൂട്യൂബ് ചാനലുകൾ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇനി കൂടുതലായിട്ട് ആളുകളിലേക്ക് ഫോക്കസ് ചെയ്യണം. ഞങ്ങൾ കൂടുതൽ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്തിട്ട് കൂടുതൽ എക്സ്പോർട്ടേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോഴിക്കോട് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വന്ന് നേരിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളാണ് ഈ വർക്ക്ഷോപ്പിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ബിസിനസ്സിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ട് ഡോക്യുമെന്റേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, എക്സ്പോർട്ടിന് എങ്ങനെയാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്, എക്സ്പോർട്ട് ലൈസൻസ് എങ്ങനെയാണ് എടുക്കുന്നത്, അതുമല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ റിസ്ക് കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ബയ്യറിന്റെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് പേയ്മെന്റ് മേടിച്ചെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇനി നിങ്ങൾക്ക് ഫോറിൻ ബയ്യേഴ്സിനെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും, പിന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് എങ്ങനെ ഗ്രോ ചെയ്ത് ഒരു സക്സസ് ആക്കാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ ഒരു എക്സ്പോർട്ടറെ മീറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് എക്സ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഈസി എക്സ്പോർട്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അവർ പറയണം ഈ ചാനൽ എനിക്കറിയാം, ഞങ്ങൾ 2-3 വർഷമായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ കണ്ട പിന്നെയാണ് അവർക്ക് എക്സ്പോർട്ടിങ്ങിനെ കുറിച്ചൊരു ഇൻസ്പിറേഷൻ വന്നതും അവരതനുസരിച്ച് അവരുടെ റിലേറ്റീവ്സ് എബ്രോഡുള്ള ആൾക്കാരായിട്ട് സംസാരിച്ച് ചെറിയ ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് അയച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ അറിയാതെ ഒരുപാട് ആളുകൾ എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി കൂടുതൽ ആളുകളിലേക്ക് ഫോക്കസ് ചെയ്ത് കൂടുതൽ എക്സ്പോർട്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് വളരെ വളരെ വലിയ ഡിമാൻഡാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ സ്പൈസസ് ഒക്കെയാണ് അറിയാം. ഫോറിൻ മാർക്കറ്റിൽ നമുക്ക് വേറെ എവിടെ ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടത്തില്ല. ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് തന്നെ ഇടുക്കിന്നൊക്കെ പല ആളുകളും വിളിക്കും. അപ്പോൾ അവർ സംസാരിക്കുന്ന വെച്ചാൽ അവർക്ക് സ്പൈസസ് വിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഏലത്തിന് ഡിമാൻഡ് ഇല്ല, ഏലം വിൽക്കാൻ പറ്റുന്നില്ല, ബയ്യേഴ്സ് ആരുമില്ല, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഏലമാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഏലം അല്ലെങ്കിൽ കേരളത്തിലെ സ്പൈസസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് അറിയില്ലാത്തൊരു വലിയ മാർക്കറ്റ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള വലിയ മാർക്കറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ എന്താണ്? എക്സ്പോർട്ടിങ്ങിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കണം. എക്സ്പോർട്ട് ബിസിനസ് എന്താണ്, എങ്ങനെയാണ് ഈസി ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, അത് കോംപ്ലിക്കേറ്റഡ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു നല്ല ധാരണയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസ് നിങ്ങൾക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു സിറ്റിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾ, അവർക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ എൻ്റെ പ്രോഡക്റ്റ് നാളെ തൊട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തണം, അമേരിക്കയിലും കാനഡയിലും UK-യിലും ഒക്കെ ഈ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യണം. ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ട് അത് സാധിക്കുന്ന കാര്യവുമാണ്. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ഷോപ്പിൽ മാക്സിമം സെയിൽസ് കൂട്ടണം അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. പക്ഷേ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി വേൾഡ് വൈഡ് നമ്മുടെ പ്രൊഡക്റ്റിനെ റീച്ച് എത്തിക്കാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് മാറുകയാണ്. അപ്പം നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എക്സ്പോർട്ട് ബിസിനസ്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. എക്സ്പോർട്ടിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയണം.
എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന സബ്സിഡീസ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിൽ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് വൈഡിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ടെന്ന് അറിയണം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി 2024 ജൂൺ 29 കോഴിക്കോട് വെച്ച് നടക്കുന്ന 1 ഡേ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക. അപ്പം ഞാൻ എന്താണല്ലോ ഉണ്ടാവും, നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ കാണാം. താങ്ക്